ഏതൊരു കുടുംബ ബന്ധത്തിലും സമാധാനം നിലനിർത്തുന്നത് ആ കുടുംബത്തിലെ അംഗങ്ങളുടെ നിലപാടുകൾ അനുസരിച്ചായിരിക്കും. പലപ്പോഴും കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറുന്നത് അവിടെ അമ്മായിയമ്മ മരുമോൾ സംഘർഷങ്ങളായിരിക്കും. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് അമ്മായിയമ്മമാരോട് അടുപ്പം വളർത്തിയെടുക്കുവാൻ വേണ്ടി മരുമക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുവാൻ മറക്കണ്ട, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും. അതിൽ ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യമാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. സത്യസന്ധമായിട്ടുള്ള ആശയവിനിമയം മനുഷ്യർ തമ്മിലുള്ള ബന്ധവും ധാരണയും വളർത്തുവാൻ സഹായിക്കുമെന്നുള്ളതാണ് മനഃശാസ്ത്രം പറയുന്നത്. അപ്പോൾ വന്നു കയറുന്ന മരുമക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഭർത്താവിൻ്റെ അമ്മയ്ക്ക് പ്രായം ഒരുപക്ഷെ കൂടുതലായിരിക്കും. അവർ വളർന്നു വന്ന ജീവിത സാഹചര്യം ഒരുപക്ഷെ മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധവും പരിഗണനാപരവുമായിട്ടുള്ള ഒരു ആശയവിനിമയം ഭർത്താവിൻ്റെ അമ്മയുമായിട്ട് നടത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിലൂടെ പരസ്പരം സ്നേഹവും നല്ല ബന്ധവും വളരുവാൻ നിങ്ങളെ സഹായിക്കും. അത് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം കൂടിയാണ്. രണ്ടാമതായി പറയുവാനുള്ളത് ബഹുമാനമാണ്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് ബഹുമാനിക്കപ്പെടണമെന്ന്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മയും. അവർ ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. കാരണം നിങ്ങളുടെ ജീവിത പങ്കാളിയെ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ, അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ച നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാവിനോട് ബഹുമാനവും സഹാനുഭൂതിയോടുകൂടിയും മാത്രമേ നിങ്ങൾ പെരുമാറാൻ പാടുള്ളൂ. അങ്ങനെ പെരുമാറുന്നത് കൊണ്ട് വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം വളർത്തിയെടുക്കുവാൻ സഹായിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുവാനും അതിന് മാന്യമായ രീതിയിൽ മറുപടി പറയുവാനും അവരുടെ ചില അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട പരിഗണന നൽകുവാനും പ്രത്യേകിച്ച് അവരോട് ബഹുമാനപൂർവ്വം സംസാരിക്കുവാനും പെരുമാറുവാനും നിങ്ങൾക്ക് പറ്റുന്നുവെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെയേറെ ഊഷ്മളമായി മാറും. ഏതൊരു മനുഷ്യനും അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അവർക്ക് പരിഗണന കൊടുക്കുന്ന ആളുകളോട് ഒരുപാട് സ്നേഹമുള്ളവരാകുമെന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത്. മറ്റൊരു പോയിൻ്റാണ് പരിധികളെന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ വ്യക്തമായ പരിധികൾ സ്ഥാപിക്കുന്നത് സംഘർഷങ്ങൾ തടയുവാനും ആരോഗ്യകരമായിട്ടുള്ള ബന്ധം ഉറപ്പാക്കുവാനും നിങ്ങളെ സഹായിക്കും. ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്ത് ഒരു പരിഹാരത്തിലേക്ക് എത്തുവാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ പരിധികൾ നിങ്ങൾ തിരിച്ചറിയുകയും അത് അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. മറ്റൊന്നാണ് പിന്തുണ നൽകുക എന്നത്. വെല്ലുവിളികൾ നിറഞ്ഞ സമയങ്ങളിൽ വൈകാരിക പിന്തുണ നൽകുന്നത് ഏതൊരു ബന്ധത്തിൻ്റെയും ശക്തിപ്പെടുത്തുന്നതിന് കാരണമാകും. നമുക്കറിയാം, നമ്മുടെ സുഹൃത്ത് ഒരു പ്രശ്നത്തിലാകുന്ന സമയത്ത് പോട്ടെ, കുഴപ്പമില്ല, സാരമില്ല, ഞാനില്ലേ കൂടെ എന്ന് പറയുന്നത് അവന് ഉണ്ടാകുന്ന ആത്മവിശ്വാസവും അവനുണ്ടാകുന്ന സമാധാനവും വളരെ വലുതാണ്. ഇത് കൂട്ടുകാരോട് മാത്രം പറയേണ്ട ഒരു കാര്യമല്ല, നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളോടും. അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരൊരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് അവരെ കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്തുവാനോ പാടില്ല. മറിച്ച് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതോടുകൂടി അവർ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ സഹായിക്കുമെന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഭർത്താവിൻ്റെ മാതാവിനോടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. അതായത് ഭർത്താവിൻ്റെ മാതാവിൻ്റെ വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ, അവർ മാനസികമായി തകർന്നിരിക്കുന്ന സമയങ്ങളിൽ വൈകാരികമായിട്ടുള്ള പിന്തുണ നിങ്ങൾ നൽകുന്നതോടുകൂടി നിങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടും. അത് അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം അവരോടൊപ്പം നിൽക്കുവാനും അവരെ സഹായിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ശ്രമിക്കുന്നത് പരസ്പര ബഹുമാനവും സ്നേഹവും മാനസിക ഐക്യവും ഉണ്ടാവും. മറ്റൊരു പോയിൻ്റാണ് താല്പര്യങ്ങൾ. പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ കണ്ടെത്തുന്നതും ഒരുമിച്ച് ചെയ്യുവാൻ ശ്രമിക്കുന്നതും ശക്തമായിട്ടുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇരുവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുവാൻ ശ്രമിക്കുന്നത് ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാൻ സഹായിക്കുന്നതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് വിമർശനങ്ങൾ ഒഴിവാക്കുക എന്നത്. നിങ്ങളുടെ അമ്മായിയമ്മയെ വിമർശിക്കുന്നത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കാൻ ശ്രമിക്കണം. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വിമർശനങ്ങൾ നിങ്ങൾ നടത്തുമ്പോൾ അവർക്ക് എപ്പോഴും നീരസവും ദേഷ്യവും വെറുപ്പും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്ന അതൃപ്തികൾ വളരെയേറെ ക്ഷമയോടുകൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാവിനെ കുറ്റപ്പെടുത്തുവാനോ വിമർശിക്കുവാനോ അവരോട് ദേഷ്യപ്പെടാനോ പാടില്ല.
അത് ബന്ധം തകരുവാൻ കാരണമാകും. അത് കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർത്ത് കളയും. കാരണമെന്ന് പറയുന്നത് കുറച്ച് ആളുകൾ നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യനും അവരുടെ മുമ്പിൽ അപമാനിതനാകുവാൻ തയ്യാറാകുകയില്ല. അതിനുള്ള കാരണങ്ങൾ ഇനി എന്തു തന്നെയായാലും ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വിമർശനങ്ങളോ അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊരു പോയിൻ്റാണ് നന്ദി പറയുക എന്നത്. നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിന് എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവരോട് നന്ദി പ്രകടിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഇത് നമ്മുടെ വീട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുവാൻ സഹായിക്കും. മറ്റൊന്നാണ് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. അമ്മായിയമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകും. ഒരു പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അമ്മായിയമ്മയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബഹുമാനിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പിന്തുടരണമെന്നല്ല ഞാൻ പറയുന്നത്, അതിന് പിന്തുടരേണ്ട കാര്യവുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ അമ്മായിയമ്മയുടെ ഇഷ്ടങ്ങൾ ഒരിക്കലും അടിച്ചമർത്തുവാൻ പാടില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ ആ വ്യക്തിത്വത്തെ നമ്മൾ മാനിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ അമ്മായിയമ്മയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുവാനോ പരസ്യമായിട്ട് എതിർക്കുവാനോ നിങ്ങൾ ശ്രമിക്കുവാൻ പാടില്ല. അത് ബന്ധങ്ങൾ തകരുവാൻ കാരണമാകും. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ക്ഷമ എന്നത്. ഏതൊരു ബന്ധത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയേറെ വലുതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ക്ഷമയോടുകൂടി കേൾക്കുവാനും പെരുമാറുവാനും നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ടാക്കാതെ വളരെയേറെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരാളുടെ അഭിപ്രായം നമുക്കിഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമുക്കതിനോട് താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും അതിനോട് അഭിപ്രായ വ്യത്യാസം പരസ്യമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് അതൊരു വലിയ ഇഷ്യൂസാക്കി മാറ്റുവാൻ എന്ത് ചെയ്യരുത്, നമ്മൾ ശ്രമിക്കുവാൻ പാടില്ല. ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ മരുമക്കളെന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ സമാധാന അന്തരീക്ഷമുണ്ടാകും. അമ്മായിയമ്മ മരുമക്കളെ ബഹുമാനിക്കും, സ്നേഹിക്കും, അവരോട് വാത്സല്യം ഉണ്ടാകുമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് മറ്റൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.